ഹലോ ജിതേഷാണ്. എന്താണ് വിശേഷം? ഇന്ന് ഞാൻ ഒരു സ്ഥലം വരെ പോയി. ആ സ്ഥലം പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ അവിടെ ഗംഭീര പരിപാടിയാണ്. പരിപാടി അറിയാമല്ല, ഏകാദശിയാണ്. തൃപ്രയാർക്ക് പോയതാ. തൃപ്രയാർ ഏകാദശിയെ അനുബന്ധിച്ച് പോയതാ. ഇന്ന് നവമി വിളക്കല്ലായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി പോയി. അപ്പോൾ അവിടെ ഉള്ള കുറച്ച് വീഡിയോകളും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കുകയാണ്. ഞാനും വൈഫും കൂടിയാണ് പോയത്, അഞ്ജലിയും കൂടിയാണ് പോയിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ പരിപാടികൾ ആരംഭിച്ചു. അതായത് ശീവേലി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ശീവേലി പുറത്ത് എഴുന്നള്ളിച്ച് തേവര എഴുന്നള്ളിച്ചുകൊണ്ട് പുറത്ത് ശീവേലി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കുറച്ചു നേരം കണ്ടു. ശീവേലിക്ക് ശേഷം ഞങ്ങൾ ഒരു മീനിട്ട് വഴിപാടെല്ലാം കഴിച്ച് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു തൃപ്രയാർ അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ അവിടെ മീനോട്ടും വെടി വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് പിന്നെ അവിടെ ദീപങ്ങൾ തെളിക്കുന്ന ടൈമായിട്ടുണ്ടായിരുന്നു. അതായത് ദീപാരാധന ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദീപങ്ങളൊക്കെ അവിടെ ഞങ്ങൾക്കൊണ്ട് പറ്റണത് ഞങ്ങളും ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു. വെടി വഴിപാടൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് അവിടുത്തെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മൾ വൈകുന്നേരം പോകുമ്പോൾ പ്രത്യേകിച്ചൊരു ഇതാണ്. ഇന്ന് നവമി കൊണ്ട് വലിയ തിരക്കില്ല. നാളെ ദശമി വിളക്കിന് നല്ല തിരക്കായിരിക്കും. ദശമി വിളക്കിന് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഏകാദശിക്കും അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഓടി പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഏകാദശിക്ക് മുമ്പായിട്ട് ഞങ്ങളൊന്ന് പോയതാണ്. നിങ്ങളെല്ലാവരും ഏകാദശി ഒക്കെ പോകാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോയതല്ല. ശരിക്കും പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കണമെന്നൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ നിങ്ങൾ നമ്മളോട് പറയാറില്ലേ ഇടയ്ക്ക് പോണ കാര്യങ്ങളൊക്കെ വീഡിയോ ഇടാൻ. അപ്പോൾ അങ്ങനെ ഒന്ന് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ തൃപ്രയാർ അമ്പലത്തിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടു എന്നുള്ളൊരു തോന്നലൊന്നും വേണ്ട. ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ് തൃപ്രയാറൊക്കെ. അങ്ങനെ പോകുന്ന ഒരു വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിച്ച് വിട്ടതാണ്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഹനുമാൻ സ്വാമിയും പിന്നെ സുബ്രഹ്മണ്യൻ്റെ അവിടെ കയറിയപ്പോൾ ഒരു വലിയ ലഡു ആണല്ലോ അവിടെ കിട്ടണം. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് നെതിച്ച ലഡു ഒരെണ്ണം വാങ്ങിച്ച് ഞങ്ങൾ തൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. തൃപ്രയാർ ഏകാദശിയുടെ ഭാഗമായിട്ട് നല്ല കച്ചവട പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങൾ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തൃപ്രയാർ ഏകാദശിയൊക്കെ ഒന്ന് പോയി കാണ്. പിന്നെ അയ്യപ്പ വിളക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം പുറത്ത് ഇറങ്ങിയപ്പോൾ അവിടെ കലാപരിപാടികൾ നടക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ കുറച്ചു നേരം അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. അതും നമ്മുടെ അറിയുന്നൊരു ചേച്ചി അവിടെ ഇരുന്നിട്ട് വീഡിയോ മേക്ക് ഉണ്ടായിരുന്നു, പൂജേച്ചി. ആളായിരുന്നു അതിൻ്റെ ഫുള്ള് ചാർജ്. പിന്നെ അവിടുത്തെ നമ്മുടെ മണലൂർ ശ്രീ ശാസ്താരി ആയിരുന്നു
തിരുവാതിരക്കളി. അപ്പോൾ അത് കുറച്ച് നേരം കൂടി കണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ.